നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദി അറേബ്യൻ സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരത്തിൽ അൽ നസറിന് പരാജയം. അൽ ഹിലാലാണ് 2-1 അവരെ പരാജയപ്പെടുത്തിയത്. അൽ ഹിലാൽ സൂപ്പർ കപ്പിൻ്റെ ഫൈനലിലേക്ക്, അൽ നസർ പുറത്തേക്ക്. മത്സരത്തിൽ സലേം അൽ ദൗസാരിയും മാൽക്കമുമാണ് അൽ ഹിലാലിനായിട്ട് ഗോളുകൾ കണ്ടെത്തിയതെങ്കിൽ സാദിയോ മാനെയാണ് അൽ നസറിൻ്റെ ഗോൾ നേടിയത്. കളിയുടെ 86-ാമത്തെ മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് റെഡ് കാർഡ് ലഭിച്ചു. അത് ഈ കളിയിൽ വലിയ രൂപത്തിലുള്ള ചർച്ചയായിട്ട് പിന്നീട് മാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അബുദാബിയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും സാദിയോ മാനയും ഒറ്റാവിയോയും ചേർന്നുകൊണ്ടാണ് അൽ നസറിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. മറുഭാഗത്ത് മൈക്കൽ ഡെൽഗാഡോയും മാൽക്കമും സലേം അൽ ദൗസാരിയും ഒക്കെ ചേർന്നുകൊണ്ടാണ് അൽ ഹിലാലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. ഒരു ഘട്ടത്തിൽ ഒറ്റാവിയോ പന്ത് വലയിലേക്ക് എത്തിച്ചു, പക്ഷേ റഫറി ഓഫ് സൈഡ് വിധിക്കുകയായിരുന്നു. അതിനെതിരെ പിന്നീട് വിവാദങ്ങളൊക്കെ ഉണ്ട്. ഇടവേള സമയത്ത് റഫറിയുമായിട്ട് വലിയ രൂപത്തിൽ അൽ നസറിൻ്റെ താരങ്ങൾ പ്രതിഷേധിക്കുന്നതും തർക്കിക്കുന്നതും ഒക്കെ കാണാമായിരുന്നു. ഏതായാലും രണ്ടാം പകുതിയിൽ 61-ാമത്തെ മിനിറ്റിൽ സലേം അൽ ദൗസാരിയുടെ ഗോളിലൂടെ അൽ ഹിലാൽ ലീഡെടുക്കുന്നു. 72-ാമത്തെ മിനിറ്റിൽ ബ്രസീലിയൻ സൂപ്പർ താരം മാൽക്കം കൂടി ഗോളടിച്ചതോടെ അവർ വിജയം ഏതാണ്ട് ഉറപ്പാക്കുകയായിരുന്നു. എന്നാൽ കളിയുടെ 86-ാമത്തെ മിനിറ്റിലാണ് വിവാദ സംഭവം ഉണ്ടായത്. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് റെഡ് കാർഡ് കൊടുക്കുന്നു റഫറി. അത് അലി അൽ ബുലൈഹിയുമായിട്ടുണ്ടായിട്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് സംഭവിക്കുന്നത്. പുറത്തുപോയ ബോൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യാനോ ബോൾ എടുക്കുമ്പോൾ അലി അൽ ബുലൈഹി തടയുന്നു. അങ്ങനെ ഉണ്ടായ ഒരു പ്രശ്നത്തിനൊടുവിലാണ് ക്രിസ്ത്യാനോയുടെ ആ ഒരു റെഡ് കാർഡ് സംഭവിക്കുന്നത്. എന്തായാലും കളിയുടെ അവസാനത്തിൽ സാദിയോ മാനെ ഒരു ഗോൾ അൽ നസറിനായിട്ട് മടക്കിയടിച്ചെങ്കിലും പരാജയം അൽ നസറിന് ഒഴിവാക്കാൻ പറ്റിയില്ല. അങ്ങനെ അവർ പുറത്തേക്ക് പോകുന്നു. അൽ ഹിലാൽ സൂപ്പർ കപ്പിൻ്റെ ഫൈനലിലേക്ക് കടക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.